ഹായ് ഫ്രണ്ട്സ്, ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് 1-2 ആഴ്ചയിലധികമായി ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ തിരക്കിൽ പെട്ടു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വല്യമ്മ മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും 2 വീട്ടുകാരും ഒരുമിച്ചായിരുന്നു കുറച്ച് ദിവസം വരെ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ വൈകിയത്. ഇന്ന് നമ്മൾ വീട്ടിലാണുള്ളത്. ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറുമ്പുണ്ടോ? മാവ് ലാസ്റ്റ് ട്രിപ്പിലും കൂടി ഉള്ളതുണ്ട്, കുറച്ച് അതുകൊണ്ട് ഒഴിച്ചു വെക്കുകയാണ്. എങ്ങനെ ഉറുമ്പായി? മേലത്തേലും ഒന്നിനും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അധികം വെള്ളം ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. മേലെ ഇതിന് വെള്ളം ഒഴിച്ചാ മുളകിനൊക്കെ ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒഴിച്ചതാണ്. പിന്നെ അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ടെറസ് കേട് വരും എന്ന് പറഞ്ഞു കേട്ടാ. പിന്നെ അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇഡലി ഉണ്ടാക്കണതാ? എന്തിനാ പെരുന്നാളിനാണോ ഇഡലി ഉണ്ടാക്കുന്നത്? നമുക്ക് കഴിക്കാനല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ? അത് തൊടല്ല, അത് വീടും. ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ്. ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇഡലി മതി. പിന്നെ നമുക്ക് 2-4-5 ദോശയും കൂടി ചുട്ടെടുക്കാനുണ്ട്. ഇതിനേക്കാളും ഇഷ്ടം ദോശയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ദോശയും കൂടി ഉണ്ടാക്കണം. കുളിച്ചിട്ട് ചായ കുടിക്കും. കണ്ണ ഹായ് പറഞ്ഞ. കണ്ണൻ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? കണ്ണൻ ട്യൂഷന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുക. ട്യൂഷൻ ടൈം എപ്പോഴാണ്? 10:30. 10:30 to 12:30 വരെ. വരുന്ന ടൈമിൽ അച്ഛൻ വിളിക്കാൻ വരും കേട്ടോ. വരുമ്പോൾ അത് ബസ്സിന് വരിക 12:30-12:45 കഴിയില്ലേ? അപ്പോൾ സമയത്ത് അല്ലെങ്കിൽ പിന്നെ അച്ഛൻ വിളിക്കാൻ വരും കേട്ടോ. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എന്താ? ആരുടെ പിറന്നാൾ? കണ്ണൻ്റെ പിറന്നാളാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ കണ്ണ. ഇന്ന് പിറന്നാളാണ്, പിറന്നാൾ ദിനം. അപ്പം നമുക്കങ്ങനെ നല്ല ആഘോഷമൊന്നുമില്ല. കാരണം നമ്മുടെ വല്യമ്മ മരണപ്പെട്ടിട്ട് 13 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇനി വേറൊരു ദിവസം നമുക്ക് കേക്കൊക്കെ മേടിച്ചിട്ട് മുറിക്കാം കേട്ടോ. പിന്നെ നമുക്ക് സദ്യയൊക്കെ ഒരുക്കാം, ചെറിയൊരു കുഞ്ഞ് സദ്യയൊക്കെ ഒരുക്കാം അല്ലേ? നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ തന്നെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം കൈപ്പയ്ക്ക, ചേനയൊക്കെ എടുത്തിട്ടുണ്ട്. കഴിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങക്കായ അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി നേരത്തെ ഒന്ന് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇനി ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. നമ്മൾ ആ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ ഓണാക്കിയില്ല വീഡിയോ. അതിനെ കുറച്ചിട്ട് എടുത്തുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ്, കൈപ്പയ്ക്ക, മുരിങ്ങക്കായ,
അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. കയ്പ്പയ്ക്ക ഉണ്ട്, പിന്നെ അതുപോലെ പയർ, ബീൻസ്, പച്ചക്കായയുടെ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഉപ്പേരിക്കായിട്ട് നമ്മുടെ പയറാണ്. പയറിൻ്റെ കൂട്ടത്തിൽ 2 ക്യാരറ്റും കൂടി നുറുക്കിയിട്ടിട്ടുണ്ട്. കേട്ടോ, തൈരാണ്, കർഷകശ്രീ തൈര്. നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിലതും കൂടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അത് സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ ഉപ്പേരി റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മൂന്ന് പാക്കറ്റ് പാലാണ്, മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. എല്ലാവർക്കും ഇഷ്ടം സേമിയ തന്നെയാണ് കേട്ടോ. വെള്ളപ്പായസമാണ് എല്ലാവർക്കും ഇഷ്ടം. അതല്ലെങ്കിൽ പിന്നെ പാലടയാണ്. അപ്പോൾ പാലടയല്ല, നമ്മളിപ്പോൾ എളുപ്പത്തിന് സേമിയ അല്ലേ എളുപ്പം വെച്ചിട്ട് അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയൊക്കെ ചേർത്ത് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മേലെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിൽമ ഗീ, നമ്മുടെ നെയ്യൊക്കെ ഉപയോഗിച്ച് നമ്മൾ സേമിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പണികളൊക്കെ അങ്ങനെ വേഗം ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ആൾ വന്നിട്ടുണ്ട്. കാണാൻ വന്ന പിന്നെ ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.